What if I tell you that democracy is winning out? Let me check. ഡെമോക്രസി ഈസ് ഗെറ്റിംഗ് വീക്കൺ എന്നൊരു പ്രസ്താവന ഞാൻ നടത്തിയാൽ സമകാലിക ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് പോലും അതിനോട് ഒരു എതിരഭിപ്രായം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് തെളിഞ്ഞൊരു എക്സാമ്പിളാണ് ഡൽഹിയിൽ ഇൻഡെഫിനിറ്റ് ഹങ്കർ സ്ട്രൈക്കിലുണ്ടായിരുന്ന സോനം വാങ്ചുക്കിനെ സാൻഡ്വിച്ച് പൊതിയും പോലെ ഒരു കൂട്ടം ജനങ്ങൾ വന്ന് പൊതിഞ്ഞത്. ദാറ്റ്സ് റിയലി നോട്ട് അക്സെപ്റ്റബിൾ, സ്പെസിഫിക്കലി ഈ ഒരു ജനാധിപത്യ രാജ്യത്ത്. ദർ ഈസ് നോ എനി ഡൗട്ട്, ഒരു സിവിലിയൻ മരണത്തെ നേർക്കുനേർ കാണുന്ന സമയത്ത് ഗവൺമെൻറ് ഷുഡ് ഹാവ് ടു ഇൻ്റർഫിയർ. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഇൻ എ റൈറ്റ് മാനർ, ശരിയായ രീതിയിലായിരിക്കണം, അല്ലേ? സത്യം പറഞ്ഞാൽ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അണ്ടർ നടക്കുന്ന എക്സാമുകളുടെ ഇറഗുലാരിറ്റീസ് ചോദ്യം ചെയ്യാനും സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടി വന്ന സ്റ്റുഡൻസിന് ഒരു പട്ടിയെ തല്ലും പോലെയാണ് ഡൽഹി പോലീസ് സർവീസ്. സോറി, ഇറ്റ്സ് നോട്ട് ഡൽഹി പോലീസ്, ഗുണ്ടകൾ, അസല് ഗുണ്ടകൾ, വേഷം മാറി വന്ന ഗുണ്ടകൾ. ഇങ്ങനെ പറയുന്നതിന് പിന്നിലും പല റീസൺസ് ഉണ്ട്. ഓഫീസേഴ്സിനെ തിരിച്ചറിയാനും പബ്ലിക്കിനോട് ഉത്തരവാദിത്തമുണ്ട് എന്ന് അറിയിക്കുന്നതുമായ പേരുകളോ ബാഡ്ജുകളോ ഓർ എനി അതർ ഡീറ്റെയിൽസ് അവരിലില്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് അനീതിക്ക് നേരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ഒരു ചാപ്പ കുത്തും, ടെററിസ്റ്റ് ഓർ ആൻറ്റി നാഷണൽ. ഇനി ഈ ഒരു ലേബൽ എത്ര പേർക്ക് കൊടുക്കും? ഞാൻ ഒന്നറിയട്ടെ, ലക്ഷക്കണക്കിന് ആൾക്കാരോ കോടിക്കണക്കിന് ആൾക്കാരോ? ഇത്ര നാൾ ഈ ഒരു ലേബൽ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം കൺഫൈൻഡ് ആയിരുന്നു. ഇനിയോ ഈ പേരുകൾക്കൊരു വില ഉണ്ടായിരുന്നു, വില അങ്ങോട്ട് പോയി. എനിവേ, താങ്ക് യു ഫോർ അവർ ഗവൺമെൻറ്. ഉറങ്ങിക്കടന്ന കുറേ കോക്രോച്ചസിനെ ഉണർത്തിയതിനു വേണ്ടി, നിങ്ങളുടെ നശിച്ച ഡിവൈസീവ് പൊളിറ്റിക്സ് മൂലം വഴിയിലെവിടെയോ കളഞ്ഞു പോയ സൗഹാർദ്ദവും സ്നേഹവും ഐക്യവും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം നൽകിയതിനു വേണ്ടി നമുക്കുറക്കെ വിളിക്കാം, ഇൻഖുലാബ് സിന്ദാബാദ്. Thank you.